നമസ്കാരം. നമ്മൾ ചിലരും പുതിയ വീട്ടിലോട്ട് താമസം മാറ്റി ചെന്നാൽ പോലും അവിടെ ചില പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അവിടെ തെന്നി വീണ് കാലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീടിനെ കുറ്റം പറയുന്നവരെ പലരെയും കാണാൻ പറ്റും. ഞാൻ ആ വീട്ടിൽ ചെന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിച്ചതെന്ന്. പക്ഷെ നമ്മൾ എന്താ ചെയ്തതെന്ന് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഏതൊരു ബിൽഡിങ്ങിൽ ചെന്നാലും ഏതൊരു വീട്ടിൽ ചെന്നാലും അതില്ലെങ്കിൽ ഒരു വണ്ടി പോവുകയാണെങ്കിൽ പോലും നമ്മളതിനെ ബ്ലെസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ ആ വീടിനെ ബ്ലെസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നടക്കുമ്പോൾ ആ തറയിനെയൊക്കെ ബ്ലെസ് ചെയ്യണം. എല്ലാം എനർജിയാണെന്നാണ് പറയുന്നത്. ആ എനർജികളെ എല്ലാം നമ്മൾ അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ഓരോ ഫർണിച്ചർ അതിനെല്ലാം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീഴാതെ നോക്കാൻ അവർ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിലും ആൾക്കാർ ഓരോ പാത്രങ്ങൾ കാണാനില്ല എന്നും പറഞ്ഞിട്ട് വേറൊരു പാത്രം എടുത്ത് എറിയുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ഷമയോടെ ആ പാത്രത്തിനെ മനസ്സിൽ വിചാരിച്ചിട്ട് എവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ കണ്ണിൽ കാണിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടാകും, നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മൾ കിച്ചൺ ഇഞ്ചുറീസ് നമ്മൾ ഓരോ സാധനങ്ങളും വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഈ നശിച്ച വീട്, ഈ നശിച്ച കത്തി, ഈ നശിച്ച പാത്രം എന്നൊക്കെ പറയാതെ ആ പാത്രങ്ങളെല്ലാം ബ്ലെസ് ചെയ്തിട്ട് അവർ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളൊരു കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അധികം കിച്ചൺ ഇഞ്ചുറീസോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരാതെ നമുക്ക് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അത് വിഷ്ണു ലോകമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു.